ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ശബരിമലയിലെ തന്ത്രിമാരായ താഴ്മൺ കുടുംബത്തിലെ കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹൻ്റെയും മൊഴി രേഖപ്പെടുത്തി. മോഷണത്തിൻ്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായുള്ള അടുത്ത ബന്ധത്തിൻ്റെയും ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് അനുമതി നൽകിയവർ എന്ന നിലയിലുമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇരുവരോടും ചോദ്യങ്ങൾ ചോദിച്ചത്. സ്വർണം പൂശിയതടക്കം എല്ലാ പ്രവർത്തനങ്ങളും തന്ത്രിയുടെ അനുമതിയോടെയാണ് നടന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ അറിയാമെന്നും എന്നാൽ ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നത് താനല്ലെന്നും മുൻ പ്രസിഡന്റ് എ പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യർ ആരെന്ന് തനിക്കറിയില്ലെന്നും മൊഴി നൽകി പുറത്തിറങ്ങിയ കണ്ഠരര് രാജീവര് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണനുമായി സാമ്പത്തിക ബന്ധമില്ലെന്നും അവകാശപ്പെട്ടു. താന്ത്രിക വിധിപ്രകാരം തീരുമാനങ്ങൾക്ക് ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും തന്ത്രി. ശബരിമല ക്ഷേത്രവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തീരുമാനമെടുക്കുക തന്ത്രിമാരുടെ അനുമതിയോടെയാണ്. അങ്ങനെയുള്ള തന്ത്രിമാരിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നു. ശബരിമലയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. മേൽശാന്തിയുടെ പോലും കാലാവധി 1 വർഷമാണ്. ഉദ്യോഗസ്ഥർക്കും നിശ്ചിത കാലാവധിയുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെല്ലാം താൽക്കാലികക്കാരാണ്. എന്നാൽ താഴ്മൺ കുടുംബം അങ്ങനെയല്ല. 1902 തീപിടുത്തത്തിനു ശേഷം താന്ത്രിക അധികാരം നേടിയവരാണ്. 1.25 നൂറ്റാണ്ടായി ആചാരത്തിൻ്റെ പേരിൽ ഈ കുടുംബക്കാരാണ് താന്ത്രിക അവകാശം കൈയാളുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അറിയുന്ന, അതിന് അനുമതി നൽകാൻ അവകാശമുള്ള, അനുമതി നൽകിയ ഇവരിലേക്ക് കൂടി അന്വേഷണം എത്തിയിരിക്കുന്നു. ഇവർ കുറ്റക്കാരാണോ അല്ലയോ എന്നതൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കേണ്ടതാണ്. അന്വേഷണത്തിൽ സത്യം വെളിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.